ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ABVP ആയിരുന്ന കാലഘട്ടം മുതൽ ഇതുപോലെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സമരത്തിനിറങ്ങിയ വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ചോളം അന്ന് ആ കാലഘട്ടം മുതലേ ഉള്ള പ്രശ്നമായിരുന്നു. ഇന്നത് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഇതിപ്പോൾ എല്ലാ കാലഘട്ടത്തിലും എത്ര സുതാര്യമായിട്ട് ഭരണം നടത്തിയെന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ കുറേ ക്രമീകരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം കണ്ടില്ല, ഈ സമരം നടത്തിയപ്പോഴും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം, ഇവിടെ കലാപം ഉണ്ടാക്കണം, നേപ്പാൾ മോഡൽ ഉണ്ടാക്കണം എന്ന് കുറേ എണ്ണം വരുന്ന കണ്ടില്ലേ. ആ സമരത്തിനിടയിൽ ഭൂരിപക്ഷവും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നല്ലോ, കലാപം ഉണ്ടാക്കാൻ പുറപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ജനത എല്ലാ കാലഘട്ടത്തിലും. പക്ഷേ ഇതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ഒരു വ്യക്തിയെ മാത്രം നമ്മൾ പരിചരിച്ചിട്ട് കാര്യമൊന്നും. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജി എന്നുള്ളത് അദ്ദേഹത്തിന് ധാർമ്മികമായിട്ട് തന്നെ അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹം സ്വയം രാജിവെച്ചു. ഇതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അഴിമതി, സ്വജനപക്ഷപാതം, തമ്മിത്തല്ല്, ചെളിവാരിയെറിയൽ, ഇതൊക്കെയായിരുന്നു മുൻ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഏതായാലും ഈ 12 വർഷ ഭരണത്തിലില്ലല്ലോ. ഇവിടെ ഈ രാജ്യത്തിൻ്റെ ഉന്നമനം, ഉയർച്ച, വളർച്ച മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ, ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുക എന്നുള്ളത് ഈ ഭരണത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നടപ്പിലാക്കും. അതിനി ധർമ്മേന്ദ്ര പ്രധാനല്ല, മറ്റൊരാൾ വന്നാലും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയുമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യും. വെറും 2 ഭാഷകൾ ഉണ്ടായിരുന്നത് 2021 വരെ, ഇന്നിപ്പോൾ അത് 13 ഭാഷകളിലുണ്ട് നീറ്റ് എക്സാം എങ്കിൽ അതിന് കാരണക്കാരനായത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ ചോദ്യപേപ്പർ നമ്മൾ വായിക്കുന്നുണ്ട്, മലയാളത്തിൽ പോലും വിദ്യാർത്ഥികൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്, അത് പരീക്ഷ എഴുതാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇത് മറാത്തി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ച ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിൽ ബന്ധപ്പെട്ട ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും CBI അന്വേഷണം വരേക്ക് പ്രഖ്യാപിക്കുകയും നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പാർട്ടി സമരവുമായി വന്നത്. ഇവരുടെ ഉദ്ദേശമൊന്നും വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം നേടിക്കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നും അല്ല. ഇവരുടെ ഉദ്ദേശങ്ങളെല്ലാം രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയും ഇവിടുന്ന് കുറേ സിനിമക്കാർ പോയി, എന്നിട്ട് ഇവിടെ വന്നത് ഇപ്പോൾ ഇരുന്ന് വിശദീകരിക്കുന്നുണ്ട് പുതിയ സിനിമയുടെ ഇതിൽ വന്നിട്ട് ഇരുന്ന്. അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തോളൂ. ഈ രാജ്യത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരും, സിനിമ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവരും, അവനവൻ്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ശ്രമിച്ചവരും, രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിച്ചവരും ഒക്കെ ജനങ്ങൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മലയാളികൾക്ക് അക്കാര്യത്തിൽ ബോധമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇതിനു മുമ്പ് കേരളം ഭരിച്ച സമയത്തും കേരളത്തിലും അഴിമതിയില്ലാത്ത ഭരണവും പരിപാടിയൊന്നും ആയിരുന്നില്ലല്ലോ. അതേതായാലും ഈ കാര്യത്തിലില്ലല്ലോ എന്നോർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്.